إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ما كان لبشر أن يؤتيه الله الكتاب والحكم والنبوة ثم يقول للناس كونوا عبادا لي من دون الله ولكن كونوا ربانيين بما كنتم تعلمون الكتاب وبما كنتم تدرسون اتقوا الله عباد الله ഊസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാ. ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ചില വിഭാഗങ്ങളുണ്ട്. അവരെക്കുറിച്ച് നബി പറഞ്ഞ ഹദീസുകൾ ഇപ്രകാരമാണ്: നിങ്ങളിൽ ഉത്തമർ, നിങ്ങളിൽ ശ്രേഷ്ഠതയുള്ള ആളുകൾ ഇന്ന ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല വിഷയത്തെ സംബന്ധിച്ചും സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അത്തരം കാര്യങ്ങളിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും, ആത്മാർത്ഥമായ പ്രാർത്ഥനയും പ്രവർത്തനവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അവയിൽ ചിലത് മാത്രം സൂചിപ്പിക്കാൻ ഈ ഖുത്ബയിൽ ഉദ്ദേശിക്കുകയാണ്. അതിലൊന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നിരവധി കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന്, നിങ്ങളിൽ ഉത്തമർ, ഉത്കൃഷ്ടർ, ശ്രേഷ്ഠർ, നല്ലവർ ഇന്ന ആളുകളാണ് എന്ന് പറഞ്ഞതിൽ ഇന്ന് നമ്മൾ ഒന്നാമത് പഠിക്കുന്ന വിഷയം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അത് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമർ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അവിടുത്തെ തൊട്ട് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 5027 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഉത്തമൻ, നിങ്ങളിൽ നല്ല ആള്. മറ്റൊരു റിവായത്തിൽ ഇന്ന മിൻ അഫ്ളലക്കും എന്ന് കാണാം.
ഇന്ന അഫ്ളലകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്ന് വേറെ ചില റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. അതേ ഇമാം ബുഖാരിയുടെ തന്നെ തൊട്ടു താഴെയുള്ള റിപ്പോർട്ട്. എന്താണ് ഈ ഹദീസിൽ പറയുന്നത്? നിങ്ങളിൽ ഉത്തമൻ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രേഷ്ഠതയുടെ ഔന്നത്യത്തിന്റെ മാനദണ്ഡമായി ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന പിന്നീട് അത് പഠിപ്പിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമർ എന്ന്. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് അഹ്ലുസുന്നയുടെ ഇമാമികൾ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. എന്താണ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും മനപ്പാഠമാക്കിക്കൊണ്ടും തർത്തീൽ ചെയ്തുകൊണ്ടും ഖുർആനിന്റെ അർത്ഥവും അതിന്റെ വിശദീകരണവും പഠിച്ചുകൊണ്ടും തന്റെ പക്കലുള്ള വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തുകൊണ്ടും ജീവിക്കുന്നവരാണ് മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരും അള്ളാഹുവിങ്കിൽ ഏറ്റവും ഉന്നതമായ പദവിക്ക് അർഹരാകുന്നതുമെന്നും ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാം. മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. രണ്ട് കാര്യമാണ്, രണ്ട് വസഫുകൾ. അത് വല്ലാത്തൊരു വിഷയമാണ്. അത് രണ്ട് പ്രത്യേകതകൾ പറഞ്ഞിട്ടൊരു കാര്യം പറയാം. എന്താണത്? ഒന്ന് പഠിക്കുക, മറ്റൊന്ന് പഠിപ്പിക്കുക. അവർക്കുള്ള മെച്ചെന്താ? അവർ ഉത്തമരാണെന്ന് അർത്ഥം. ഉത്തമരാകുന്നത് എങ്ങനെയാണ്? പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെയാണ്. എന്താണ് ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ? ഒന്നാമത് ഓതാൻ പഠിക്കുക എന്നതാണ്. എങ്ങനെ ഓതാൻ പഠിക്കണം? തജ്വീദോടുകൂടി ഓതാൻ പഠിക്കണം. രണ്ടാമത്തത് ഹിഫ്ളാക്കണം. അത് ഹിഫ്ളാക്കണം, മനപ്പാഠമാക്കണം. മൂന്നാമത് തർത്തീലാക്കണം. തർത്തീൽ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അതിന്റെ കൂടെ വരുന്നതാണ് തദബ്ബുർ, ഉറ്റാലോചിക്കണം. അതായത് ഓതുന്നത് ജീവിതത്തിലേക്ക് പകർത്തുന്നവരാകണം. നോക്കൂ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമർ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഈ പറഞ്ഞതിൽ രണ്ടിലും പെടുമോ അതോ ഒന്നിലും പെടൂലേ? ശരിക്കും ആലോചിക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആൻ ഓതാനറിയുന്ന, ഹിഫ്ളുള്ള, അതിന്റെ തർത്തീലായി ജീവിതത്തെ ക്രമീകരിക്കുന്ന, അത് ഉറ്റാലോചിക്കുന്ന, വിശുദ്ധ ഖുർആനിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്ന, എന്നിട്ട് തന്റെ ഇണകളെ, തന്റെ മക്കളെ, താനുമായി ബന്ധപ്പെട്ടവരെ അതിലേക്ക് കൊണ്ടുവരുന്ന അങ്ങനത്തെ ഒരു ജീവിതമാണ് നമ്മുടേത്. നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എത്ര കാലായി? മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൽ അമാനത നസലത് മിനസ് സമാഇ ഫീ ജദ്രി ഖുലൂബിർ റിജാൽ. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കുക. നിശ്ചയമായും മനുഷ്യ ഹൃദയങ്ങളുടെ മുരടുകളിലേക്ക്, അതിന്റെ ഏറ്റവും താഴെ മുരടിലേക്ക് ആകാശത്തു നിന്ന് അമാനത്തിറങ്ങിയിരിക്കുന്നു എന്നാണ്. ونزل القرآن فقرأوا القرآن وعلموا من السنة. എന്നിട്ട് നബി പറയാണ്, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും സുന്നത്ത് മനസ്സിലാക്കുകയും ചെയ്യുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി പറയുന്നത്, കേൾക്കുന്നത് സ്വഹാബികളാണ്. അവരപ്രകാരത്തിലാണ്, അവർ അപ്രകാരം പ്രവർത്തിക്കുന്നവരാണ്. പത്തായത്തുകൾ അതവർ തർത്തീലായി ഓതുകയും അല്ലെങ്കിൽ തജ്വീദോടുകൂടി ഓതുകയും അത് ഹിഫ്ളാക്കുകയും അത് അമലാക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബത്തിനെ തൊട്ടുള്ള ഉദ്ധരണികൾ ധാരാളമായ അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഖൽബിനകത്തേക്ക് അല്ലാഹു ഇറക്കി തന്ന ഒരു അമാനത്താണ്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നിടത്ത് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ 2699 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇതുപോലൊരു പള്ളിയെ സംബന്ധിച്ച്. എന്താണത്? വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീനഹ വഗശിയതുഹുമുർ റഹ്മ വഹഫത്തുഹുമുൽ മലായിക വദകറഹുമുല്ലാഹു ഫീ മൻ ഇൻദഹു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, നമ്മൾ ഉള്ളത് ഒരു പള്ളിയിലാണ്. അള്ളാഹുവിന്റെ വീടുകളായ, ഭവനങ്ങളായ പള്ളികളിലെ ഒരു പള്ളിയിൽ ആളുകൾ ഒരുമിച്ച് കൂടുകയും അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുകയും അവർ അത് അന്യോന്യം പഠിക്കുകയുമായാൽ ഓതുക പഠിക്കുകയാണ്. അല്ലാഹു അക്ബർ. നോതാനും നേരില്ല,
പഠിക്കാനും നേരല്ല. ഓതാനും പഠിക്കാനും സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ അതിലൊരു 5 മിനിറ്റ് ഇരിക്കാൻ പോലും നേരമില്ലാത്ത മനുഷ്യർ. അല്ലാഹു തആല ഹൃദയ വിശാലത നൽകുമാറാകട്ടെ. ദീന് പഠിക്കാനുള്ള ഹൃദയ വിശാലത. എന്താ ഇവിടെ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം? 2 കാര്യമാണ്. ഒന്ന്, അള്ളാന്റെ പള്ളി, ദർസ് നടക്കണ പള്ളി, ഇബാദത്തിന്റെ കേന്ദ്രമായ പള്ളി. ആ പള്ളിയിൽ ഒരു കൂട്ടം ആളുകൾ, വിശ്വാസികൾ ഒരുമിച്ച് കൂടുകയാണ്. എന്തിനാണത്? ഖുർആൻ ഓതുകയാണ് അവർ, ഖുർആൻ പഠിക്കുകയാണ് അവർ, പഠിപ്പിക്കുകയാണ് അവർ. എങ്കിൽ അവരുടെ മേൽ സക്കീനത്ത് വന്നിറങ്ങും, ശാന്തത. പണം കൊടുത്താൽ കിട്ടാത്ത സക്കീനത്ത്. ഒരുപക്ഷെ പലപ്പോഴും കുടുംബ ജീവിതത്തിൽ നിന്ന്, ഇണകളിൽ നിന്ന്, മക്കളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കാത്ത റബ്ബിങ്കിൽ നിന്ന് മാത്രം കിട്ടുന്ന സക്കീനത്ത്, ശാന്തത, അത് വന്നിറങ്ങുകയും റഹ്മത്ത്, റബ്ബിന്റെ റഹ്മത്ത്, കാരുണ്യം അവരെ പൊതിയുകയും, മലായിക്കത്തുകൾ അവരെ പൊതിയുകയും, അതുപോലെ അള്ളാഹു തന്റെ അടുത്തുള്ളവരിൽ അവരെ സംബന്ധിച്ച് അനുസ്മരിക്കുകയും ചെയ്യുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അള്ളാഹു തആല പറഞ്ഞു, ഞാൻ ഓതി വെച്ച ആയത്താണ് സൂറത്ത് ആലു ഇമ്രാൻ 79-ാമത്തെ ആയത്ത്. ഈ ആയത്തിലെ അഭിസംബോധന 1 പ്രവാചകന്മാരാണ്, 2 വിശ്വാസികളായ അവരുടെ അനുചരന്മാരാണ്. എന്തായത്തിലുള്ളതെന്നറിയൂ? അള്ളാഹ് പറഞ്ഞത്, മാ കാന ലിബശരിൻ അൻ യുഅതിയഹു അല്ലാഹുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവ്വ ثم يقول للناس كونوا عبادا لي من دون الله ولكن كونوا ربانيين بما كنتم تعلمون الكتاب وبما كنتم تدرسون. അല്ലാഹു തആല ഒരു മനുഷ്യന് കിതാബും അതുപോലെ ഹിക്മത്തും അതുപോലെ നുബുവത്തും നൽകുകയും, എന്നിട്ട് അദ്ദേഹം ജനങ്ങളോട് നിങ്ങൾ അല്ലാഹുവെ വിട്ട് എന്റെ അടിമകളായിരിക്കുകയും ചെയ്യുവിൻ എന്ന് പറയാൻ പാടില്ല. നിങ്ങൾ ആരടിമയാകണമെന്ന് പറയാവുള്ളൂ? അല്ലാഹുവിന്റെ അടിമ മാത്രം. അങ്ങനെ ഉണ്ടാകാവതല്ല. എന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കിതാബ് പഠിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെയും അള്ളാഹുവിന്റെ നിഷ്കളങ്കരായ, ശുദ്ധിയുള്ള, ആ അള്ളാഹ്ക്ക് മാത്രം തനിച്ചാക്കി ജീവിക്കുന്ന മുഖ്ലിസീങ്ങളായ ദാസന്മാരായിരിക്കണം എന്നായിരിക്കും അദ്ദേഹം പറയുന്നത്. ലോകത്ത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള നബിമാര് മുഴുവനും കടന്നു വന്നിട്ട് അവര് പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹുവിന്റെ അടിമകളായി, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കുന്നവരായി, അള്ളാഹ്ക്ക് പരിപൂർണമായ ഉബൂദിയത്തിൽ ഒതുങ്ങി ജീവിക്കുന്നവരായി അവരെ മാറ്റാനുള്ള പരിശ്രമങ്ങളാണ് അവര് നടത്തിയത്. ഇവിടെ പറഞ്ഞൊരു വാചകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കിതാബ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെയും ആരോട് പറയുന്നു? നബിമാർ അനുയായികളോട് പറയുന്നു. അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോടും നിങ്ങളോടുമാകുന്ന മുസ്ലിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. അള്ളാന്റെ കൽപ്പനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ റബ്ബുൽ ഇസ്സത്ത് കൽപ്പിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ അള്ളാന്റെ നിഷ്കളങ്കരായ അടിമകളാകണം. 2 കാര്യമാണ്. ഒന്ന്, ഖുർആൻ പഠിക്കുക, രണ്ടാമത്തെ പഠിപ്പിക്കുക. അള്ളാന്റെ കിതാബിൽ എന്നോടും നിങ്ങളോടും കൽപ്പന. ഞാൻ ചോദിക്കട്ടെ, അള്ളാന്റെ ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും നമ്മൾ തയ്യാറാകുന്നുണ്ടോ? ഇവിടെ വല്ലാത്തൊരു വിഷയമാണ്. ഈ ആയത്തിന്റെ തഫ്സീറുകളിലേക്ക് ഇറങ്ങുന്നിടത്ത് കാണാൻ സാധിക്കും. ഞാനത് മലയാളീകരിച്ച് പറയാം. നിങ്ങൾ അഗാധ ജ്ഞാനമുള്ള പണ്ഡിതന്മാരും പഠിച്ചത് അമലാക്കുന്നവരും പ്രാവർത്തികമാക്കുന്നവരും ജനങ്ങളെ വൈജ്ഞാനികമായി, ഇൽമിയായി കൃത്യമായ തസ്കിയത്ത് നൽകി, തർബിയത്ത് നൽകി വളർത്തിക്കൊണ്ടുവരുന്നവരും അവരുടെ കാര്യങ്ങൾ ശരിയാക്കുന്നവരുമാവുകയാണ് വേണ്ടത്. മാത്രമല്ല, ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ, വിശിഷ്യ വിശുദ്ധ ഖുർആൻ, നിങ്ങൾ അവരെ പഠിപ്പിക്കുകയും അത് മനഃപ്പാഠമാക്കുകയും ഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ സ്വയം പഠിക്കുകയും ചെയ്യുന്നതിനാൽ, അതായത് അപ്രകാരമാണ് നിങ്ങൾ ആകേണ്ടതെന്നർത്ഥം. നിങ്ങൾ പഠിപ്പിക്കുകയും വേണം, പഠിക്കുകയും വേണം, അല്ലെങ്കിൽ പഠിക്കുകയും വേണം, പഠിപ്പിക്കുകയും വേണം. പിന്നെയോ നിങ്ങൾ അവർക്ക് തസ്കിയത്ത് നൽകുകയും വേണം. ഇത് വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നത്, പ്രിയമുള്ളവരെ, ആയത്ത് കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇതൊരു തമാശ അർത്ഥാനല്ല. ഇപ്പോഴും ആളുകൾ മനസ്സിലാക്കിയത് അള്ളാന്റെ കലാം എന്ന് പറഞ്ഞാൽ
ഓതാൻ വേണ്ടി മാത്രമുള്ള ഒരു ഗ്രന്ഥമാണെന്നാണ്. ശരിയാണ്, ഓതാനുള്ള ഗ്രന്ഥമാണ്. എങ്ങനെ ഓതുക? ആശയം മനസ്സിലാക്കി, അതിന്റെ അർത്ഥം മനസ്സിലാക്കി, അതിന്റെ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കി, ഓരോ ആയത്തുകളും ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന വായന, അതാണ് വായന. എന്നാൽ സാധാരണ വായനക്ക് പുണ്യമില്ലേ? ഉണ്ട്. ഒരക്ഷരത്തിന് 10 കൂലിയുണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്നാണ്. എന്തൊക്കെ നമ്മൾ പഠിക്കുന്നു ഈ ലോകത്ത്, എന്തൊക്കെ പഠിക്കുന്നു? വേണ്ടതും വേണ്ടാത്തതും മുഴുവനും പഠിക്കാൻ എല്ലാ സൗകര്യങ്ങളുണ്ട്. വേണ്ടത് പഠിക്കാനും സൗകര്യങ്ങളുണ്ട്, പക്ഷെ ആളുകൾക്ക് താല്പര്യമില്ല. അല്ലാഹുൽ മുസ്തആൻ. ഇത് ഭയങ്കര ഗൗരവമാണ്. എന്തുകൊണ്ട് ഞാനിത് ആവർത്തിച്ചു പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോഴും ആളുകൾ അല്ലാഹുവിന്റെ കിതാബ് പഠിക്കുന്ന കാര്യത്തിൽ പിന്നാക്കാണ്. ഖുർആൻ ഒരു കൃത്യമായി ഓതാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായ ഒരു ഇരുത്തത്തിന് പോലും ആളുകൾക്ക് താല്പര്യമില്ല. ഇപ്പൊ നമ്മൾ പള്ളിയിൽ വരുമ്പോ ഓതുന്ന് കേൾക്കാൻ പലരും, നിങ്ങൾ കേൾക്കാറില്ലേ? ഒരല്പം ഖുർആൻ തജ്വീദോടുകൂടി കൃത്യമായി ഓതാൻ അറിയുന്ന ഒരാൾക്ക് അങ്ങനെ ഓതാൻ അറിയാത്ത, തജ്വീദ് അനുസരിച്ച് ഓതാൻ അറിയാത്ത ഒരുത്തന്റെ ഓത്ത് കേൾക്കുമ്പോ അതിലുണ്ടാകുന്ന അരോചകം വലുതാണ്. വല്ലാഹി ഞങ്ങളോട് പറയാം. അതായത് ഒരു പാട്ട് കേൾക്കുന്നത് പോലെയല്ലത്. അള്ളാന്റെ ഖുർആൻ തെറ്റി ഓതുന്നത് കാണുമ്പോൾ, തെറ്റി ഓതുന്നത് കേൾക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ ഒരല്പൊക്കെ നന്നായി ഓതാൻ അറിയുന്ന ഒരാളുടെ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടാകും, പ്രയാസം ഉണ്ടാകും. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത്ത് റഹ്മഹുല്ലാഹി അൽ-ഹറാനി പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആൻ ഓതുന്നവനെ പോലെ തന്നെ അത് കേൾക്കുന്നതും പുണ്യകരമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഞാനുങ്ങൾ ഓതിയിട്ട്, ഞാനുങ്ങൾ ഓതിയിട്ട്, നിങ്ങൾ കേൾക്കണില്ലേ? ഞാനുങ്ങൾ ഓതിയിട്ട് ആ ഓത്ത് കേട്ടിട്ട് മനസ്സിന് കുളിരുണ്ടാകാൻ മാത്രം, അല്ലെങ്കിൽ ഒരു മനസ്സുകൊണ്ടാകാൻ മാത്രം നമ്മുടെ ഇണകൾക്കും മക്കൾക്കും സാധിക്കുമാറ് തജ്വീദിന്റെ നിയമം അനുസരിച്ചാണോ നമ്മൾ ഓതുന്നത്? പരിശോധിക്കേണ്ടത്. പറയുന്നത് എന്താ മാറാത്തത്? എന്താ നമ്മൾ മാറ്റാത്തത്? എന്തേ നമുക്ക് മാറ്റാൻ കഴിയാത്തത്? ഗൗരവത്തിലാലോചിക്കണം, ഗൗരവത്തിലാലോചിക്കണം. ഖുർആൻ പഠിക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഓരോ ആയത്തിലൂടെയും അള്ളാഹു എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് കഴിവിന്റെ പരമാവധി നാം അറിഞ്ഞിരിക്കണം. നമ്മുടെ ബാധ്യതയാണ്. എന്താണ് അള്ളാഹു തആല ഇതിലൂടെ പറഞ്ഞത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനും നിങ്ങൾ അറിയണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്താണ്? വിശുദ്ധ ഖുർആനിൽ ഒരുവിധം ആയത്തുകൾ, പ്രത്യേകിച്ച് ചെറിയ സൂറത്തുകളിൽ എന്താണ്? ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, എന്താണ്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, എന്താണ്? അൽ ഖന്നാസ്, എന്താണ്? അൽ വസ്വാസ്. നമ്മൾ അറിയണ്ടേ? എത്ര കാലായി നമുക്ക് കൗതുകം ഉണ്ടാവില്ലേ? നമ്മൾ അറിയാത്തൊരു കാര്യത്തെ കുറിച്ച്, എടാ അതൊന്ന് പറഞ്ഞോണ്ട, എന്താ അത്? ഞാനും അതിനെ കുറിച്ച് കേൾക്കണ്ട, എന്താ അത്? നമ്മൾ ചോദിക്കാറില്ലേ? എന്ന് നമ്മൾ ആരെങ്കിലും ചോദിച്ചോ? എന്താ നൂറുൻ അലാ നൂർ? എന്താണ് നൂറുൻ അലാ നൂർ? നമ്മൾ ആരെങ്കിലും ചോദിച്ചോ? എത്ര കാലമായി ഓതുന്നത്? ഇബ്രാഹിം നബിയുടെ ചരിത്രങ്ങളിലൂടെ, പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലൂടെ കടന്നു വരുന്നിടത്ത് അവരഭിമുഖീകരിക്കുന്ന പല വിഷയങ്ങളുമുണ്ട്. എന്താണത്? എന്താണ് ആളുകൾ അങ്ങനെയായത്? നമ്മൾ അന്വേഷിച്ചോ? അത് അന്വേഷിക്കാൻ നേരല്ല. നമ്മളതൊന്നും പഠിക്കാൻ തയ്യാറാവണില്ല. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിലാണ് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ല, അള്ള പറഞ്ഞതാ. അള്ള പറഞ്ഞ വാക്കെന്തറിയോ? ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. നിങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടി അത് അറബി ഭാഷയിൽ വായിക്കപ്പെടുന്ന ഒരു പ്രമാണമായി അവതരിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു തആല അല്ലാഹുവിന്റെ ഖുർആനെ കുറിച്ച് പറയാണ് സൂറത്ത് യൂസുഫ് 12-ാം അധ്യായം 2-ാം ആയത്ത്. നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി. അതുപോലെ വിശുദ്ധ ഖുർആനിലെ 54-ാം അധ്യായം അതിന്റെ 17, 22, 32, 40 ഒക്കെ ആയത്തുകളിൽ അല്ലാഹു ആവർത്തിച്ച് പറഞ്ഞ വാക്കെന്താ? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. തീർച്ചയായും ആലോചിച്ച് മനസ്സിലാക്കുവാൻ ഖുർആനിനെ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. ഖുർആൻ എളുപ്പമാണ്, അല്ലാഹു പറയും എളുപ്പമാണ്. എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ? ഞാനല്ല ചോദിക്കണത്, ഈ മിമ്പർ വന്ന് ഖത്തീബിന്റെ ചോദ്യമല്ല, അള്ളാഹുവിന്റെ ചോദ്യമാണ്. അള്ളാന്റെ കിതാബിൽ ആലോചിച്ച് മനസ്സിലാക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല
അതങ്ങനെ പഠിക്കാനുള്ളൊരു തൗഫീക്ക് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വളരെ ഗൗരവമാണ് വിഷയം. നമ്മൾ തമാശക്ക് പറഞ്ഞു പോകേണ്ടൊരു കാര്യമല്ല. ഈ ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും മിനിമം അവനാന്റെ ഭാര്യക്കും മക്കൾക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാനെങ്കിലും ഒരു അറിവ്. അൽഹംദുലില്ലാഹ്, വഅള് പറയാനല്ല, നാട്ടുകാരെ പഠിപ്പിക്കാനല്ല, അവനവന്റെ ഇണകൾക്കും മക്കൾക്കും കീഴിലുള്ളവർക്കും സ്വന്തക്കാർക്കും പേരക്കുട്ടികൾക്കെങ്കിലും ഒന്ന് ഓതിക്കൊടുക്കാനുള്ള ഒരു അറിവ് നമുക്കുണ്ടാകണ്ടേ? ആശയ വിഷയങ്ങൾ, ഗാംഭീര്യത നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്തരം ആളുകളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഇത് നബി ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞത്, ഉത്തമരാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തമരാണ്, ശ്രേഷ്ഠരാണ്, നല്ലവരാണ് എന്ന് പറഞ്ഞ വേറെയും കുറെ ആളുകളെ കാണും. അതിൽ രണ്ടാമതായി ഇന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, നമ്മളൊക്കെ അധിക ആളുകൾ ഇരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ചെറിയ വിദ്യാർത്ഥികളും അഡോളസൻസ് ടീനേജുകാരായ ഏതാനും ചില ആളുകൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളവരൊക്കെ വിവാഹിതരാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖിയാറുകും ഖിയാറുകും ലിനിസാഇഹിം ഖുലുഖാ. നിങ്ങളിൽ ഉത്തമർ, നബി പറയാണ്, നിങ്ങളിൽ ഉത്തമന്മാർ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല നിലയിൽ വർത്തിക്കുന്നവനാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ 1162 നമ്പർ എഴുതിയിരിക്കുന്ന ഹദീസാണ്. നല്ലവനാരാണ്? തന്റെ ഇണയോട് നന്നായി പെരുമാറുന്നവനാണ്. നമ്മുടെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറയാണ്, ഖൈറുകും ഖൈറുകും ലിഅഹ്ലിഹി വഅന ഖൈറുകും ലിഅഹ്ലി. നിങ്ങളിൽ ഉത്തമൻ തന്റെ ഇണയോട് നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ്. എന്നിട്ട് നബിനെ കുറിച്ച് പറയാൻ, ഞാൻ നിങ്ങളിൽ വെച്ച് തന്റെ ഇണയോട് നല്ല നിലയിൽ വർത്തിക്കുന്നവനാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ ഇമാം തിർമിദിയുടെ സുനനിൽ അല്ലെങ്കിൽ അൽ ജാമിഇൽ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഏറ്റവും നല്ലവനാരാന്നറിയോ, ഉത്തമനാരാന്നറിയോ? തന്റെ സ്ത്രീയോട്, ഇണയോട് നന്നായി പെരുമാറുന്നവരാണ്. വിശുദ്ധ ഖുർആനിലെ കൽപ്പനയാണത്. വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസാഇന്റെ 119-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാണ്, വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്. അവരോട് നിങ്ങൾ മര്യാദയോടെ സഹവർത്തിക്കുക. ഭാര്യമാരോടുള്ള ഉടമ്പടി വളരെ കനത്തതാണ്, വളരെയധികം കനത്തതാണ്. അതേ സൂറത്തു നിസാഇന്റെ 21-ാമത്തെ ആയത്തിൽ കാണാം, وكيف تأخذونه وقد أفضى بعضكم إلى بعض وأخذن منكم ميثاقا غليظا. നിങ്ങൾ അന്യോന്യം കൂടിച്ചേരുകയും അവർ നിങ്ങളിൽ നിന്ന് കനത്ത ഒരു കരാർ വാങ്ങുകയും ചെയ്തു കഴിഞ്ഞിരിക്കെ നിങ്ങളതെങ്ങനെ മേടിക്കും? ഇവിടെ റബ്ബ് നമ്മളോട് പഠിപ്പിച്ചിരുന്നത് മീസാഖൻ ഖലീലൻ എന്നാണ്. ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിവരിച്ചുകൊണ്ട് തഫ്സീറിൽ കാണാം, മീസാഖൻ ഖലീല എന്ന് പറഞ്ഞാൽ ഇമാം തുബരി റഹ്മത്തുള്ളാഹി അലൈഹി ഖത്താദയെ തൊട്ട് ഉദ്ധരിക്കാണ്, എന്താണ് മീസാഖൻ ഖലീല? ശക്തമായ കരാർ എന്ന് പറഞ്ഞാൽ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. മീസാഖൻ ഖലീല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവൾ ഭാര്യയായി നിലനിർത്തുന്നിടത്തോളം കാലം അള്ളാഹു പഠിപ്പിച്ച രീതിയിൽ ഏറ്റവും നല്ല സഹവർത്തിത്വത്തോടെ കൂടെ നിർത്തുക. കടമകൾ, കടപ്പാടുകൾ എല്ലാം ഉണ്ടാകും, അതൊക്കെ ചെയ്യണം അവളോട് ഭാര്യയായി ജീവിക്കണ കാലം. ഔ അല്ലെങ്കിൽ തസ്രീഹിൻ ബിഇഹ്സാൻ, ഭാര്യയായി നിലനിർത്താൻ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഇഹ്സാനോടെ, പ്രയാസപ്പെടുത്താതെ അവരെ പറഞ്ഞേക്കണം. അല്ലാഹു അക്ബർ. ഇതിപ്പോ ഭയങ്കര പ്രശ്നമാണ് ഈ കാര്യത്തിൽ. പ്രിയമുള്ളതൊരു വിശാലമായ ലോകമാണ്. ഞാൻ അതിന്റെ വിശാലതയിലേക്ക് കടന്നു പോകല, ചുരുക്കി പറയണം ഖുത്ബയുടെ പരിമിതമായ സമയത്ത്. ഈ നല്ല ആളുകൾ എന്ന് പറഞ്ഞ ആരാണെന്നുള്ളത് നബി പ്രത്യേകം പറഞ്ഞത് നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ചുണ്ടാകണം. നബി പറഞ്ഞൊരു വാക്ക് കൂടിക്കണം, ഫത്തഖുല്ലാഹ ഫിന്നിസാ. നിങ്ങള് സ്ത്രീകളെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം എന്നാണ്. സ്ത്രീകളെ വിഷയത്തിൽ അള്ളാഹനെ സൂക്ഷിക്കണം. ഫഇന്നകും അഖദ്തുമൂഹുന്ന ബിഅമാനില്ലാ
വസ്തഹ്ലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്. കാരണം അള്ളാഹുവിന്റെ കരാറിലാണ് നിങ്ങൾ അവരെ സ്വീകരിച്ചത്. അള്ളാഹുവിന്റെ വചനം കൊണ്ടാണ് നിങ്ങൾ അവരുടെ ലൈംഗികാവയവങ്ങൾ അനുവദനീയമാക്കിയത്. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ 1218 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീത്താണ്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഏറ്റവും നന്നായി മാന്യതയോടുകൂടിയാകണം അവരോട് വർത്തിക്കേണ്ടത്. അങ്ങനെ വർത്തിക്കുന്നവരാണ് ആര്? ഉത്തമന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയാം, ശരിക്ക് ശ്രദ്ധിക്കണം കേട്ടോ. എന്തറിയോ, നാട്ടുകാരെക്കാളും നമ്മുടെ വീട്ടുകാർക്ക് കൂടി പ്രിയപ്പെട്ടവനായിരിക്കണം ഞാനുങ്ങളും. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നാട്ടുകാരെക്കാളും നമ്മുടെ വീട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരിക്കണം, നമ്മുടെ ഭാര്യക്ക് പ്രിയപ്പെട്ടവനായിരിക്കണം, നമ്മുടെ മക്കൾക്ക് പ്രിയപ്പെട്ടവനായിരിക്കണം. നാട്ടിൽ നല്ല മാന്യനായിരിക്കും. പക്ഷെ പൊരന്റെ പടിങ്ങട് കയറിയ മറപ്പടിന് കയറി ഉള്ളുക്കണ് കയറിയാൽ ഇങ്ങനൊരു ജന്മം ഈ പൊരക്കകത്തില്ലായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മളെ ഭാര്യ മക്കളും മാറുന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതം വളരെ മോശം. അള്ളാന്റെ റസൂല് പറഞ്ഞ ആ കൂട്ടത്തിൽ അവൻ പെടൂല. അതുകൊണ്ട് നബി പറഞ്ഞ ഉത്തമരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസികും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അള്ളാഹു താല നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിരവധി കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഉത്തമനാരാ ഉത്തമനാരാ ഉത്തമനാരാ. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വാക്ക്, അൻ അബ്ദുല്ലാഹി ഇബ്നു ബുസ്രി അന്ന അറാബിയൻ ഖാല യാ റസൂലല്ലാഹ് മൻ ഖൈറുൻ നാസ്. ഒരു അറാബി, അത് ഗ്രാമീണ അറബി, നമ്മൾ ബദു എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരാൾ അതേ നബിയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ജനങ്ങളിൽ ഉത്തമനാരാണ്? ഉറങ്ങണ്ടങ്ങള്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമനാരാണ്? അപ്പൊ നബി പറഞ്ഞ വാക്കെന്താ വെച്ചാൽ മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു. മനസ്സിൽ കുറിച്ചൊക്കെ വാക്കാണ്. മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു. ആയുസ് ദീർഘിച്ച് ലഭിക്കുകയും, ആയുസ് കുറെ കിട്ടണം അൽഹംദുലില്ലാ. നമ്മളെ കൂട്ടത്തിലുള്ളവരൊക്കെ പോയി. 35 സുഹൃത്ത് നഷ്ടപ്പെട്ടു, 40 ഇണ നഷ്ടപ്പെട്ടു, 50 ഒരു പക്ഷെ ഉമ്മ നഷ്ടപ്പെട്ടേക്ക്, അങ്ങനെ പലരും പോയി. പക്ഷെ നമ്മൾ ഇങ്ങനെ ജീവിക്കണം അൽഹംദുലില്ലാ. ഇപ്പൊ എത്ര വയസ്സ്? ഈ വയസ്സ് വരെ അല്ലാഹു തൗഫീഖ് ചെയ്ത് ജീവിക്കാൻ. അങ്ങനെ ജീവിക്കുമ്പോ വഹസുന അമലുഹു, നല്ല നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമനെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ രത്നച്ചുരുക്കം എന്താ അറിയോ? നിങ്ങള് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആശയം എന്താ അറിയോ? വല്ലാഹി ഞങ്ങളോട് പറയട്ടെ, ഒരു ദിവസം നമുക്കധികം കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു ദിവസം അധികം നമുക്ക് കിട്ടിയാൽ ആ ഒരു ദിവസം അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട മാർഗത്തിലായിട്ടല്ല നമ്മൾ മുന്നോട്ട് പോകരുത്. ഒരു ദിവസം അധികം കിട്ടിയാൽ ഇന്നത്തെ പോലെ ആകരുത്. നാളെ എന്റെ ഇന്നലെ ഇന്നൊരുപോലെ ആകരുത്. ഇന്നലേക്കാൾ അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒന്നാകണം ഇന്നത്തെ ദിവസം. യാദൃച്ഛികമായി ഏതെങ്കിലും നിലക്ക് കുറവുകൾ സംഭവിച്ചാലോ, നിരന്തരമായ ഇസ്തിഗ്ഫാറുകൾ, റബ്ബിന് തൃപ്തിപ്പെട്ട പ്രവർത്തനങ്ങൾ, വാക്കാൽ പ്രവർത്തിയാൽ ഒരിക്കലും നമ്മൾ 2 ദിവസം ഒരുപോലെ ആകരുത്. നമ്മൾ ഖബറിലേക്ക് അടുക്കണം, മരണത്തിലേക്ക് അടുക്കണം. ഏത് നിമിഷവും മലക്കുൽ മൗത്ത് ജീവിതത്തിലേക്ക് കടന്നു വരാം. വല്ലാഹി നമുക്കറിയുന്ന കാര്യമാണ്. ആ മലക്കുൽ മൗത്ത് ജീവിതത്തിലേക്ക് വരുമ്പോൾ കൊണ്ടുപോകാനായി എന്റെയും നിങ്ങളുടെയും കയ്യിൽ അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട കർമ്മങ്ങൾ ഉണ്ടാകണം. അഹ്സനു അമല, നല്ലത്. നമുക്കൊരു സംഭവം മാത്രം ഞാൻ പറയാം. സ്വഹാബികൾ അങ്ങനെയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ് രാവിലെ, ആരാണെന്ന് രാവിലെ നോമ്പുകാരനായിട്ട് ഉള്ളത്? അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയും, ഞാനുണ്ട്. അപ്പൊ നബി വീണ്ടും ചോദിക്കും, ആരുണ്ട് ഇന്നൊരു ജനാസയെ അനുഗമിച്ചവൻ? അപ്പോഴും സിദ്ദീഖ് റളിയല്ലാഹു പറയും, ഞാനുണ്ട്. ആരുണ്ട് ഈ ദിവസത്തിൽ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയവൻ? അപ്പോൾ അദ്ദേഹം പറയും, ഞാനുണ്ട്. ആരുണ്ട്
ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ രോഗിയെ സന്ദർശിച്ചവൻ? അപ്പോഴും സിദ്ദീഖ് തന്നെ പറയും, ഞാനുണ്ട്. നബി പറഞ്ഞു, എന്താ നബി പറഞ്ഞറിയോ? ആരിലാണോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുമിക്കുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്നാണ്. അതായത് അവൻ സ്വർഗത്തിലാണെന്ന്. ഒരു അമലും ഇല്ലാത്തൊരു ദിവസമൊക്കെ ഉണ്ടാകാൻ പാടില്ല. അമലുകളിൽ ഇന്നലത്തേക്കാൾ മുൻതൂക്കമുള്ളവരായി ഫഫിറൂ ഇലല്ലാഹ് ഫസ്തബിഖുൽ ഖൈറാത്ത്. അങ്ങനെ ഓരോ നിമിഷവും അമലുകളിൽ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. അവരാണ് വഹസുന അമലുഹു എന്ന് പറഞ്ഞല്ലോ. ആയുസ് കിട്ടിയിട്ട് മൻ താല ഉംറുഹു വഹസുന അമലുഹു, ദീർഘിപ്പിച്ച് ആയുസ് ദീർഘിച്ച് ലഭിച്ചു. അപ്പോഴെന്ത് ചെയ്തു? നല്ല നല്ല കർമ്മങ്ങൾ അമലുകൾ പ്രവർത്തിക്കുകയും ചെയ്തവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമനെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ഉത്തമരിൽ നമ്മൾ ഉൾപ്പെടാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഇണകളിൽ നമ്മുടെ മക്കളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ശാരീരിക മാനസിക സാമ്പത്തിക വിഷമതകളൊന്നും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദീനിനോടുള്ള ഹുബ്ബ് നൽകി അള്ളാഹു നമ്മുടെ മനസ്സിനെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹുവിനോടും പിന്നീട് അവന്റെ റസൂലിനോടും കഠിനമായ അതിശക്തമായ ഹുബ്ബ്, സ്നേഹം, അതുപോലെ താല്പര്യം അള്ളാഹു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ ഭയവും പ്രതീക്ഷയും സ്നേഹവും നൽകി റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെ മരിച്ചാലും ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, അള്ളാഹുർക്ക് ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മുഅ്മിനീങ്ങൾ അള്ളാഹുർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ സാമൂഹിക ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു തആല നമ്മയും നമ്മുടെ ഇണകളെയും മക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ വൃത്തികെട്ട അരാജകത്വങ്ങളിൽ നിന്നും അള്ളാഹു നമ്മുടെ ആൺമക്കളെയും പെൺമക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഉമ്മത്തിന് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.